Hi friends, welcome back to another video with me, Dilip Appal. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം കുറേയധികം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ അഥവാ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഷോറൂംസ് പൂട്ടിപ്പോയിട്ടുണ്ട്. ഇത്തരം സ്കൂട്ടറുകൾ എടുത്ത പലരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറയാറുണ്ടായിരുന്നു അവർക്കൊന്നും കറക്റ്റായിട്ട് സർവീസ് കിട്ടുന്നില്ല എന്നൊക്കെ. ഈ ഒരു സാഹചര്യത്തിൽ വാങ്ങാൻ സാധിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ലിസ്റ്റ് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടും എല്ലാവരും തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതിൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള സർവീസ്, ഗുഡ് ക്വാളിറ്റി കൊടുക്കുന്ന കുറച്ചധികം കമ്പനികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഒന്നാമത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വാഹനം എന്നത് ബജാജ് ചേതക്കാണ്. ഇതുവരെ ഓടിച്ചതിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിൾ ഡ്രൈവിങ്ങും വളരെ സ്മൂത്തും ബിൽഡ് ക്വാളിറ്റിയുമായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ ബജാജ് ചേതക്ക് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്നത്. 3.2 kWh ബാറ്ററി പാക്കിൽ 4.2 kW മോട്ടോർ പവറിൽ ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 126 km IDC റേഞ്ചാണ് ബജാജ് ചേതക് പ്രീമിയത്തിന് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് 73 km/h ആണ്. ഇതിന് തന്നെ 2 വേരിയൻറ്റുകൾ വരുന്നുണ്ട്, ചേതക് പ്രീമിയവും ചേതക് അർബനും. രണ്ടും തമ്മിൽ റേഞ്ചും കുറച്ച് സ്പെക്സും വിലയിലും മാത്രമാണ് വ്യത്യാസമുള്ളത്. ചേതക് പ്രീമിയത്തിന് വരുന്നത് 1.35 ലക്ഷം എക്സ് ഷോറൂം പ്രൈസും ചേതക് അർബന് വരുന്നത് 1.15 ലക്ഷം എക്സ് ഷോറൂം പ്രൈസുമാണ് വരുന്നത്. ചേതക് പ്രീമിയത്തിന് 126 km IDC റേഞ്ച് പറയുന്നുവെങ്കിലും 100 km അതിൽ താഴെയൊക്കെ റേഞ്ച് കിട്ടുന്നതായിട്ട് പല കസ്റ്റമേഴ്സും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. രണ്ടാമത് വരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ എന്നത് ഏതറാണ്. ഏതർ 3 വേരിയൻറ്റുകളിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതർ 415 സീരീസും ഏതർ റിസ്റ്റയും ഏതർ 415 അപ്പെക്സുമാണ്. കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഏതർ എന്നത്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിലും ക്ലിക്കായിട്ടുള്ള ഒരു ഏക കമ്പനി എന്നത് ഏതർ മാത്രമാണ്. വലിയ കുഴപ്പമില്ലാത്ത സർവീസും ഏതർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതറിൻ്റെ തന്നെ പ്രൈസ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വേരിയൻറ്റുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഏതറിൻ്റെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കാവുന്നതാണ്. മൂന്നാമത് വരുന്നത് TVSൻ്റെ iQube. TVS iQube എന്നത് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. TVS iQube 3 വേരിയൻറ്റുകളാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്നത് വെറും 2 വേരിയൻറ്റുകൾ മാത്രമുള്ളൂ. TVS iQube S, TVS iQube ST എന്നിങ്ങനെയാണ് 3 വേരിയൻറ്റുകളുള്ളത്. ആ വേരിയൻറ്റുകളിൽ ഇപ്പോൾ ഇറങ്ങുന്ന TVS iQubeും TVS iQube Sഉം മാത്രമേ ഉള്ളൂ. 3.4 kWh ബാറ്ററി പാക്കിൽ 4.4 kW മോട്ടോർ പവറിൽ ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്താൽ 100 km റിയൽ റേഞ്ചാണ് TVS iQube പറയുന്നത്. വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് 78 km/h ആണ്. iQubeൻ്റെ തന്നെ TVS iQube ST എന്ന ഹൈ വേരിയൻറ്റിന് ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 145 km റിയൽ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇതുവരെയും ഈ ഒരു വേരിയൻറ്റ് ഡെലിവറി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഇതിൽ കൂടുതൽ റേഞ്ച് ആഗ്രഹിക്കുന്നവർക്കും കൂടുതൽ ക്യാഷ് നൽകാൻ പറ്റാത്തവരും പറയുന്നൊരു കാര്യമെന്നത് ഇതിലും ഒരു 30,000-ഓ 20,000-ഓ കുറച്ച് ചൈന ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലഭിക്കുമല്ലോ, പിന്നെ എന്തിനാണ് ഇത് വാങ്ങി പൈസ കളയുന്നതെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകളെ ആശ്രയിക്കാവുന്നതാണ്. നേരെ തിരിച്ച് ഈ ഒരു ബ്രാൻഡ് അവിടെ തന്നെ ഉണ്ടാകുമോ അല്ലെങ്കിൽ കറക്റ്റ് സർവീസ് ലഭിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ബ്രാൻഡഡ് വണ്ടിയും എടുക്കാവുന്നതാണ്. എന്തായാലും ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിരിക്കും അവരുടെ തീരുമാനങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്.